ഹായ് ജിനു, നിങ്ങളിൽ എത്ര പേര് സമൂഹം എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലെ ഫങ്ഷൻസ് ഫെസ്റ്റിവൽസ് എല്ലാം നടക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് പോകുമ്പം ചമ്മിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ടൊരു കമൻസ് നിങ്ങൾ ഇടുക. അതിനുള്ള റീസണും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ നല്ല സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നല്ല ബെസ്റ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാനേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് ആണ് നമ്മളെ മാനേഴ്സ് കൂടുതലും പഠിപ്പിക്കുന്നത്. ചിലർ വിചാരിക്കും ബെസ്റ്റ് സ്കൂളിൽ വിട്ട് ലക്ഷങ്ങൾ മുടക്കി സ്കൂളുകളിൽ വിടുമ്പം അവിടെ നിന്നാണ് കുട്ടികൾ ഇതൊക്കെ പഠിക്കേണ്ടതെന്നാണ്. പക്ഷെ തെറ്റാണ്. നമ്മുടെ പേരൻസ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ അച്ചടക്കം പഠിപ്പിച്ചെടുക്കേണ്ടത്. അത് പല പേരൻസും മറന്നു പോകും. റീസെൻ്റായിട്ട് ഞാനൊരു ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഫംഗ്ഷൻ ഞാനൊന്ന് അറ്റൻഡായി, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ. അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അവിടെ ആ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. അത് ലൈഫ് ലോങ് മെമ്മറീസ് ആണ് തരുന്നത്. ഫോട്ടോസ് എടുക്കുമ്പം അവിടെ കുട്ടികൾ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഓടുക, കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുട്ടികളെ കുറച്ച് മാനേഴ്സ് പഠിപ്പിക്കുക. ഒരാളൊരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്കൂടെ ഓടാതെ എത്രയോ സ്ഥലങ്ങളുണ്ട്, അതുവഴി പോകാതെ ഫോട്ടോസ് എടുക്കുമ്പോൾ, ആൾക്കാർ സംസാരിക്കുമ്പോൾ, ഒരു പരിപാടി സ്റ്റേജിൽ നടക്കുമ്പോൾ, ഇതൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ അങ്ങ് ഇറക്കി വിട്ടേക്കാണ്. പേരൻസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ചെയ്യുന്നില്ല. അവരുടെ ഇതിൽ അവർ എൻജോയ് ചെയ്യുന്നു, കുട്ടികളുടെ സൈഡിൽ കൂടെ എൻജോയ് ചെയ്യുന്നു. ഇതെന്ത് പാരൻറ്റിങ് ആണ് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ സ്റ്റേജിൽ ഇഷ്ടം പോലെ ബലൂൺസ്, അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ വിഷമം. അത്ര വൃത്തികേടാക്കി പിള്ളേർ. ബലൂൺസ് എല്ലാം പിൻസ് അവരുടെ കയ്യിൽ എങ്ങനെ വരണം? പേരൻസ് കൊടുക്കാതെ എന്തായാലും കുട്ടികളുടെ പിൻസ് വരുത്തി, പിൻസ് ഉപയോഗിച്ച് ബലൂൺസ് എല്ലാം പൊട്ടിക്കുകയാണ്. അപ്പം പിൻസ് കൊടുക്കുമ്പോൾ ഒരു കുറച്ചെങ്കിലും നമുക്കൊരു ബോധം വേണം, കുഞ്ഞുങ്ങളോട് പറയണം. അത് വെച്ചേക്കുന്നത് അവർ കഷ്ടപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. അത് ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ആ ഒരു ഫംഗ്ഷൻ്റെ മിഡിലായതേ ഉള്ളൂ. ആ സമയം കൊണ്ട് പിള്ളേരെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു. പേരൻസ് ഒരു കാര്യവും അവരെ നോക്കുന്നില്ലെന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണ്, അതുപോലെ തന്നെ വലിയ കുട്ടികളും ഉണ്ട്. ഒന്നിനും ഒരു കൺട്രോളില്ല. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇത് സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ അവിടെ ഫുഡ് കഴിക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഒരുമാതിരി വലിയ കുട്ടിയാണ്. സെല്ല് കൈവച്ച് കുട്ടി സെല്ല് നോക്കിയാണ് ഫുഡ് തിന്നുന്നത്, അമ്മ വാരി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതിന് എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കുഞ്ഞ് സെല്ലിൽ കാണുന്ന ഗെയിം ഇൻട്രസ്റ്റോടുകൂടി കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. ആ ഫുഡ് എൻജോയ് ചെയ്യുമോ? ആ ഫുഡിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസോ ന്യൂട്രിയൻസോ അതിൻ്റെ ബോഡിയിൽ എങ്ങനെ സെറ്റാവും? നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ. നിങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടല്ലേ ഇപ്പോഴും കോമൺ ഫംഗ്ഷനിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ ഏതോ വലിയ കാര്യം, എൻ്റെ മോന് സെല്ല് നോക്കിയേ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്ന ചില അമ്മമാർ പറയുന്നത് കേൾക്കുമ്പം ഏതോ ഭയങ്കര ക്രെഡിറ്റ് എടുത്ത് പറയണ പോലെ തോന്നുന്നു. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര നാണം തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെ തോന്നും? നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ ഇതുപോലാണോ കഴിച്ചിട്ടുള്ളത്? നിങ്ങൾ പേരൻസ് എല്ലാവരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത്, അല്ലാതെ സെല്ല് നോക്കി ഇല്ലെങ്കിൽ TV കണ്ടല്ല കുഞ്ഞുങ്ങളെ കഴിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ദേവാലയത്തിൽ പോയപ്പോഴും കണ്ട ഒരു കാഴ്ചയാണ്. ഒരു മകന് അപ്പൻ്റെ കർണം കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നത്. ആ മനുഷ്യൻ അവിടെ നിന്ന സമയം കൊണ്ട് ആ പയ്യനെ അടിച്ച സമയത്ത് അയാളുടെ ഫേസ് അങ്ങ് മാറി. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ചെറുപ്പത്തിലെ ആദ്യം ഒന്ന് അടിച്ചപ്പോൾ എൻകറേജ് ചെയ്തു, തമാശ, കുഞ്ഞല്ലേ എന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്തോ ഇല്ലെങ്കിൽ അതിനെ ശാസിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞിങ്ങനെ സൊസൈറ്റിയിൽ എല്ലാവരും കൂടെ നിൽക്കുമ്പം ഇങ്ങനത്തെ പണി കാണിക്കത്തില്ല. അതുപോലെ തന്നെ പള്ളികളിൽ പോകുമ്പം സെല്ല് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക്. പിന്നെ എന്തിനു നിങ്ങൾ പള്ളിയിൽ കൊണ്ടുവരുന്നു? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിന് അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നു? കുഞ്ഞുങ്ങളെ അതെന്താണ്, കൾച്ചർ എന്താണ്, പ്രേയേഴ്സ് എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെയുള്ള ദേവാലയങ്ങളിലോ പള്ളികളിലോ ഇല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ പ്രെയർ ചെയ്യുക, കുഞ്ഞുങ്ങളെ ഒരു സൈഡിൽ സെല്ല് കൊടുത്തു വിട്ട് വെച്ച് അവരവരുടെ ജോലി ചെയ്യുക. ഇതും കൊണ്ട് ആർക്കാണ് പോകുന്നത്? നാളെ നിങ്ങൾക്ക് തന്നെ പോകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. സൊസൈറ്റിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പം നാളെ നിങ്ങൾ ഇതേപോലെ എത്ര വലിയ പണക്കാരനാന്ന് പറഞ്ഞാലും എത്ര വലിയ പഠിത്തമുള്ള ആൾക്കാരാന്ന് പറഞ്ഞാലും സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നാണം കെടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ചെറിയ പിള്ളേരെ ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നേ പറയുന്നത് അല്ലേ. ചെറുപ്പത്തിലെ നമ്മളെ മുളയിലെ നുള്ളിക്കളയാന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. തെറ്റ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണുമ്പം ചെറുപ്പത്തിലെ അവരെ കറക്റ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അവരല്ല ഇതൊക്കെ ചെയ്യേണ്ടത്, വീട്ടിൽ നിന്നേ നമ്മൾ ചെയ്യണം. മെയിനായിട്ട് പേരൻസ്.
അവർ 10 പേർ കൂടി നിൽക്കുമ്പം സംസാരിക്കുമ്പം സെല്ല് ഉപയോഗിക്കാതിരിക്കുക. ഇത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വളരുന്നത് അല്ലേ. ഒരാളില്ലെങ്കിൽ വീട്ടിൽ പരസ്പരം ഭാര്യ ഭർത്താവിനോട് മിണ്ടുമ്പോഴോ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോഴും സെല്ല് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇത് സെയിം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് കാണിക്കുന്നത്. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കി ആഹാരം കഴിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും അത് തന്നെ കാണിക്കും. ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ സംഭവങ്ങൾ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പം എവിടെ നിന്ന് കറക്റ്റ് ആവണം, നമ്മളിൽ നിന്നേ കറക്ഷൻസ് വരണം, നമ്മുടെ വീട്ടിൽ നിന്നേ കറക്ഷൻസ് വരണം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഹാപ്പി ആയിട്ട് പോവാം. നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പേരൻസ് ആണ് റോൾ മോഡലായിട്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കാണേണ്ടത്. കുഞ്ഞുങ്ങൾ നോക്കുന്നതും നമ്മളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അത് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്വഭാവവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാണ് കുഞ്ഞുങ്ങളും വളരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. എല്ലാവരും സമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ, അതല്ലേ എല്ലാവരുടെയും ആവശ്യം. ബി ഹാപ്പി ഫോർ എവർ.